നല്ല ഈസി ആയിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ച് ആയാലോ. ട്രൂ ടർട്ടിലിൻ്റെ സ്മാർട്ട് സാൻഡ്വിച്ച് മേക്കറുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരിത്തിരി പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിരിയും, ഇനി 1/2 സ്പൂൺ മുളക് പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് മൈദയിലേക്ക് ഒരിത്തിരി ബേക്കിംഗ് സോഡയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ചിക്കൻ ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഫ്ലേക്സ് ഒക്കെ കിട്ടും. ഇനി നല്ല ചൂട് എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഈ ഒരു സമയത്തിന് റെഡിയായി കിട്ടും. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്ലേക്സും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും. തീർന്നില്ല, ഇനി ഇതുകൊണ്ട് നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കണം, ഒരു ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ട്രൂ ടർട്ടിലിൻ്റെ സ്മാർട്ട് സാൻഡ്വിച്ച് മേക്കറാണ് കേട്ടോ. 800 വാട്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം കറണ്ടൊന്നും ആവാതെ നമുക്കിതിൽ പണിയെടുക്കാം. PFO ഫ്രീ ആയിട്ടുള്ള നോൺ സ്റ്റിക്കി ഡ്രൈ കാസ്റ്റ് അലൂമിനിയം പ്ലേറ്റിംഗ് ആട്ടോ ഇതിനുള്ളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇത് നോൺ സ്റ്റിക്ക് ആണെങ്കിലും കെമിക്കൽസ് ഒന്നും ഇതിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ ഭക്ഷണത്തിലേക്ക് എത്തൂലാന്ന് ചുരുക്കം. ഇതുപോലെ 2 LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിലുള്ളത്. നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് കത്തും, പ്രീ ഹീറ്റ് ആയ ശേഷം രണ്ടാമത്തെ ആ ഒരു ഗ്രീനും കൂടി കത്തുന്നുണ്ടാവും. ആ ഒരു സമയത്ത് ഇത് തുറന്നിട്ട് ഇതിനകത്ത് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബിൽഡിൻ തെർമോസ്റ്റാറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ചൂടൊന്നും കൂടി പോകുന്നുള്ള പേടി വേണ്ട, ഹീറ്റ് കൺട്രോൾ ഉണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ബ്രെഡിൽ കുറച്ച് മയണീസ് തേച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിന് മേലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ലീവ്സും ഒരിത്തിരി ക്യാപ്സിക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കനും മേലെ കുറച്ച് ചീസും, ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുള്ളൊരു ബ്രെഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിൽ ഓട്ടോ കട്ടോ ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുക്കായ ശേഷം തന്നെ ഓഫ് ആയിക്കോളും. ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ നമ്മൾ സാൻഡ്വിച്ച് റെഡിയായി കിട്ടും. ഇതുപോലെ നല്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും, നോൺ സ്റ്റിക്കി ആയതുകൊണ്ട്. ഹാൻഡിലൊക്കെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ സേഫാണ് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡും ഉള്ളിലാണെങ്കിലോ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസിനായിട്ട് നിങ്ങൾക്കും ഈ ഒരു ട്രൂ ടർട്ടിലിൻ്റെ സ്മാർട്ട് സാൻഡ്വിച്ച് മേക്കർ മേടിക്കാം. www.trueturtle.com എക്സ്ട്രാ 25% ഡിസ്കൗണ്ടിനായിട്ട് ഷിംന 25 എന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 1 ഇയർ എക്സ്ട്രാ എക്സ്റ്റൻഡഡ് വാറണ്ടിയും കിട്ടും.